നാളോ അവിടെ മുതലാളിയില്ല, അതൊന്നും മനസ്സിലാക്ക് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്താണ് കുറെ ബൈക്ക് റൈഡേഴ്സ് ആ ഒരു ഭാഗത്തേക്ക് വരുന്നത്. നമ്മുടെ ബൈക്കർ ഗ്യാങ്സിന്റെ ടീംസ് ആയിരുന്നു. അപ്പോ ഇവർ വന്നിട്ട് ആ ഒരു പമ്പിന്റെ മുന്നിൽ കൂടെ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു റൂമിലാണെങ്കിൽ നമ്മുടെ ബൈക്കേഴ്സ് ചാടി മറിയാണ്. ആഹാ, നമ്മുടെ ടീംസ് എത്തിപ്പോയി മോനെ, അടിപൊളി എന്നിങ്ങനെ പറയുന്നുണ്ട്. അവന്മാര് അവിടെ ഉണ്ടായിരുന്ന കാറിന്റെ മോളിൽ കൂടി മതിലെ ഇതിലേക്ക് വന്ന് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആശാൻ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ആരാടാ, ഇതിപ്പോ ഒരുമാതിരി യുദ്ധക്കളം പോലെ ആയിട്ടുണ്ടല്ലോ എന്നിങ്ങനെ അയാൾ പറയാണ്. ഇപ്പൊ കിക്കാണെങ്കിൽ അവന്മാരെ നോക്കിയിട്ട് പറയാണ്, എന്താണ് ഇത്ര വൈകിയത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് വന്നിട്ടായിരുന്നോ, എന്നാ ഒറ്റയടിക്ക് പരിപാടി തീർക്കായിരുന്നല്ലോ, ഇതിപ്പോ രണ്ടാമത്തെ ഒരു പണിയായല്ലോ എന്ന് പറഞ്ഞിട്ട് നിൽക്കാണ്ടോ. ക്യാമറ പറയുന്നുണ്ട്, ഓ നാശം, ഇവിടുന്ന് പോകാൻ പറ്റുന്നു തോന്നുന്നില്ല. പമ്പിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നേ ആശാന്റെ ടീംസിനെ നോക്കിയിട്ട് ഈ ഒരു ബൈക്കർ ഗ്യാങ്സിൽ ഉണ്ടായിരുന്നേ ഒരുത്തൻ വിളിച്ചു പറയാണ്, നീയൊക്കെ ഇന്നത്തോടെ തീർന്നടാ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആശാൻ, അതിന് നീയൊക്കെ ഏതാടാന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ റൈഡർ വിളിച്ചു പറയാണ്, ഒരുത്തനെ വെറുതെ വിടരുത്, എല്ലാത്തിനും അടിച്ച് പൊളിക്കടാന്ന് പറഞ്ഞിട്ട് ഓർഡർ കൊടുക്കുന്നുണ്ട്. ഇത് കേട്ട മതി കേൾക്കാത്ത മതി എല്ലാം കൂടി കയറി മേയാൻ തുടങ്ങാണ്. പിന്നെ നോക്കുമ്പോ കൂട്ടത്തല്ലേ എല്ലാത്തിനും എടുത്ത് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ചെക്കന്മാർക്കിടൊക്കെ നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഒരറ്റത്തുനിന്ന് ഇവന്മാര് തല്ലാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് അങ്ങനെ അധികം പിടിച്ചു നിൽക്കാനൊന്നും വരുന്നില്ല കേട്ടോ. പക്ഷെ പറ്റാവുന്ന രീതിയിൽ അവന്മാരും ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ 2-3 കയറിയിട്ട് മേലത്തെ റൂമിൽ പോയിട്ട് നമ്മുടെ ബൈക്കർമാരെ അവിടുന്ന് രക്ഷിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അവൻ താഴെ ഇറങ്ങി വന്ന വഴിക്ക് ഒരു 4-5 ചാടി വന്നിട്ട് അടിക്കുകയാണ്. നമ്മുടെ ചെക്കന്മാരാണെങ്കിൽ ഇപ്പൊ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ അടിച്ച് തുടങ്ങിയിട്ടുണ്ട്.